ലീഗൽ ലിറ്ററസി മിഷന്റെ എയ്ബ് സ്പെഷ്യൽ പുതിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, എയ്ബ് എക്സാമിനേഷന് തൊട്ടടുത്ത ദിവസങ്ങളായിരിക്കും ഇത്തരം വീഡിയോകൾ നമ്മൾ കാണാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എയ്ബിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലൂകൾ കണ്ടെത്തി എങ്ങനെയാണ് ബെയർ ആക്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തി എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. ബെയർ ആക്ടുകൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ എല്ലാം ഒരുപോലെ കാണാതെ പഠിച്ചു വെക്കാനും പെട്ടെന്ന് ഓർത്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമ്മുടെ മുമ്പിലുള്ളത് എല്ലാ ബെയർ ആക്ടുകളുമാണ്. ബെയർ ആക്ടുകൾ എല്ലാം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരീക്ഷകളിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താനും എഴുതാൻ കഴിയുക എന്ന് നോക്കാം. എയ്ബ് 19 ചോദ്യ പേപ്പറാണ് മാതൃകയായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഒന്ന് കാണുക. 100 ചോദ്യങ്ങളാണ്. അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഓപ്ഷനുകൾ ABC എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട്. ഒന്ന് ഓടിച്ചു നോക്കിക്കും. ചോദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടല്ലോ. ഞാൻ അതിൽ നിന്ന് ആദ്യമായി 60ാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: അക്കോർഡിംഗ് ടു ഭാരതീയ ന്യായ സംഹിത 2023, വാട്ട് ഈസ് ദ മാക്സിമം ഫൈൻ ഫോർ മേക്കിംഗ് ഓർ യൂസിംഗ് എ ഡോക്യുമെന്റ് ദാറ്റ് റിസംബിൾസ് എ കറൻസി നോട്ട് ഓർ എ ബാങ്ക് നോട്ട് അണ്ടർ സെക്ഷൻ 182(1). ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ശ്രദ്ധിച്ച്. അക്കോർഡിംഗ് ടു ഭാരതീയ ന്യായ സംഹിത 2023, വാട്ട് ഈസ് ദ മാക്സിമം ഫൈൻ ഫോർ മേക്കിംഗ് ഓർ യൂസിംഗ് എ ഡോക്യുമെന്റ് ദാറ്റ് റിസംബിൾസ് എ കറൻസി നോട്ട് ഓർ എ ബാങ്ക് നോട്ട് അണ്ടർ സെക്ഷൻ 182(1). അതിൽ 4 ഉത്തരങ്ങളുണ്ട്, ABCD എന്നിങ്ങനെ. 300 rupees, 1000 rupees, 100 rupees, 500 rupees. നമുക്ക് ആദ്യത്തെ ക്ലൂവിലേക്ക് പോകാം. ഇത് ഏതാണ് ബെയർ ആക്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. BNS ആണ്, ഭാരതീയ ന്യായ സംഹിത 2023 ആണ്. അതാണ് ഒന്നാമത്തെ ക്ലൂ. ഇനി അതിൽ നിന്ന് രണ്ടാമത്തെ ക്ലൂ ചോദിച്ചിരിക്കുന്നത് ഈ സെക്ഷനിൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എത്ര രൂപ ഫൈൻ എന്നാണ്. അണ്ടർ സെക്ഷൻ 182(1) ആണ്. അപ്പം നമുക്ക് 2 ക്ലൂ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ പുസ്തകം എടുത്ത് അത് ഉറപ്പുവരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ ബെയർ ആക്ട് എടുക്കുക. ഇതാണ് BNS. ഈ BNSൽ നമ്മൾ 182 സെക്ഷനിലേക്ക് പോവുക, 182ലേക്ക് പോവുക. അവിടെ വായിച്ചു നോക്കിയാൽ 1 മാത്രമല്ല 1ഉം 2ഉം 3ഉം ഉണ്ട്. അതിൽ 1ൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാവുന്നതാണ്. 1. Whoever makes or causes to be made or uses for any purpose whatsoever or delivers to any person any document purporting to be or in any way resembling or so nearly resembling as to be calculated to deceive,
Any currency note or bank note shall be punished with fine which may extend to 300 rupees. അപ്പോൾ അതിൽ എൻഡിൽ നോക്കിയാൽ കാണാം ടു 300 rupees എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത് കാണാം. നമ്മുടെ ഉത്തരത്തിൽ 4 ഓപ്ഷനിൽ ഒന്ന് 300 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 300 പെട്ടെന്ന് തന്നെ നീലമഷി കൊണ്ട് ബോൾ പെൻ നീലയോ കറുപ്പോ ഉപയോഗിച്ച് ആ ഓവലുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്. 1 മാർക്കിനുള്ള ഉത്തരം നമ്മൾ പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമതൊരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം ഞാൻ സെലക്ട് ചെയ്യുന്നത് AB 19-ലെ 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് ദാറ്റ് സുപ്രീം കോർട്ട് ഷാൽ ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്? ആൻസർ: എ ആർട്ടിക്കിൾ 129, ബി ആർട്ടിക്കിൾ 135, സി ആർട്ടിക്കിൾ 119, ഡി ആർട്ടിക്കിൾ 111. ഇതിൽ നമുക്ക് ക്ലൂ പെട്ടെന്ന് കിട്ടും. എല്ലാവർക്കും മനസ്സിലായി ബെയർ ആക്ട് ഏതാണെന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും. ഇനി അതിൽ സുപ്രീം കോർട്ട് ഷാൽ ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? നമുക്ക് എല്ലാ ആർട്ടിക്കിളും ഇതിനായി പരതേണ്ടതില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെയുള്ള 4 ആർട്ടിക്കിൾ. ഇതിൽ തന്നിരിക്കുന്ന 4 ആർട്ടിക്കിളിൽ ഏതാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കേണ്ടത് ഈ 4 ആർട്ടിക്കിളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പുസ്തകത്തിൽ നിന്ന് ഇത് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നത്? ഇതാണ് നമ്മുടെ കയ്യിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബെയർ ആക്ട്. ഇതിൽ നമ്മൾ പുസ്തകത്തിനകത്തേക്ക് ഇതിനു വേണ്ടി പോകണം എന്നില്ല. ഇതിൻ്റെ ഇൻഡെക്സ് എടുത്താൽ മാത്രം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. ആർട്ടിക്കിൾ 129 ആണ് ആദ്യത്തെ ഓപ്ഷൻ. അത് നമുക്ക് നോക്കാം. 129 ഒന്നാമത്തെ ഓപ്ഷൻ ആർട്ടിക്കിൾ 129 എന്നാണ്. അത് വായിച്ചു നോക്കുക. സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. ഇത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഇല്ലെങ്കിൽ ഇത് ശരിയുത്തരമാണ്. അപ്പോൾ തന്നെ അത് ആ ഓവൽ നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത് 2 രീതിയിലുള്ള ക്വസ്റ്റ്യനും ആൻസറുമായി. ഇനി മറ്റൊന്ന് കണ്ടു നോക്കാം. AB 19-ലെ 93-ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സെക്ഷൻ ഓഫ് ദി CPC ഡീൽസ് വിത്ത് ദി പ്രിൻസിപ്പിൾ ഓഫ് റെസ് ജുഡിക്കാറ്റ? 4 ഓപ്ഷൻ ഉണ്ട്. എ സെക്ഷൻ 12, ബി സെക്ഷൻ 9, സി സെക്ഷൻ 11, ഡി സെക്ഷൻ 10. അപ്പോൾ ഇതിനകത്ത് റെസ് ജുഡിക്കാറ്റ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് സെക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഏത് ബെയർ ആക്ട് ആണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. അത് CPC ആണ് ഇത്. ഇതിൽ നമുക്ക് ഇനി അറിയേണ്ടത് റെസ് ജുഡിക്കാറ്റ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷനാണ്. CPCയിലെ എല്ലാ സെക്ഷനിലും നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഇൻഡെക്സ് മുമ്പത്തേതുപോലെ തന്നെ ഇൻഡെക്സിൽ നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. പെട്ടെന്ന് തന്നെ നോക്കാം. സെക്ഷൻ 1, 2, 3 ഇങ്ങനെ നോക്കാം. ഇൻഡെക്സ് എടുത്താൽ മതി. CPCയുടെ ഇൻഡെക്സിലേക്ക് പോകാം. അവിടെ ഒന്ന് ഓടിച്ചു നോക്കുക. 1 മുതൽ അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ സെക്ഷൻ 12 ആണ് ഓപ്ഷൻ എ. 12 അതല്ല. സെക്ഷൻ 9 ആണ് അടുത്ത ഓപ്ഷൻ. അതും അല്ല. സെക്ഷൻ 11 ആണ് അടുത്ത ഓപ്ഷൻ. നോക്കൂ, റെസ് ജുഡിക്കാറ്റ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സംശയം തീർക്കാൻ ഒന്നുകൂടെ അടുത്ത ഓപ്ഷനോട് നോക്കാം. സെക്ഷൻ 10 അതും റെസ് ജുഡിക്കാറ്റ അല്ല. അപ്പോൾ 11 ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഈ ഉത്തരം അവിടെ എഴുതാവുന്നതാണ്. ശരി ഉത്തരം മനസ്സിലായി കഴിഞ്ഞു. ഓപ്ഷൻ സി ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ആൻസർ ഷീറ്റിൽ ആ ഓവൽ ഫില്ല് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. അത് എൻ്റെ സെലക്ഷൻ 43-ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: an agreement not enforceable by law is stated to be void under dash എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് 4 ഓപ്ഷൻ ഉണ്ട്. എ സെക്ഷൻ 2F, ബി സെക്ഷൻ 2G, സി സെക്ഷൻ 2D, ഡി സെക്ഷൻ 2E. ഇതിൽ എഗ്രിമെൻ്റ് ടു ബി വോയിഡ് അണ്ടർ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ബെയർ ആക്ട് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ്, ആ പുസ്തകത്തിലെ ഏകദേശം കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ഇത് എളുപ്പമാണ്. എഗ്രിമെൻ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് കോൺട്രാക്ട് ആക്ട് ആണ്. ഇത് കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാക്റ്റിൽ സെക്ഷൻ 2-ൽ തന്നെയാണ് എല്ലാ ആൻസറും പറഞ്ഞിരിക്കുന്നത്. 2F, 2G, 2D, 2E. അപ്പോൾ ആൻസർ ഈ 2-ൽ തന്നെ ഉണ്ട്. അതിൽ ഏതാണ് എന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കോൺട്രാക്ട് ആക്ട് എടുത്ത് നോക്കാം.
ആദ്യത്തെ ക്ലൂ ഇത് കോൺട്രാക്ട് ആക്റ്റിൽപ്പെട്ട ചോദ്യമാണ് എന്നതാണ്. ഇനിയുള്ളത് അതിൻ്റെ സെക്ഷൻ 2-ൽ പെട്ടതാണിത്. 2-ൽ ഏത് ഓപ്ഷനാണ് 2F ആണോ 2G ആണോ 2D ആണോ 2E ആണോ എന്നുള്ളതാണ്. അത് നമുക്ക് ആ പേജ് എടുത്ത് നോക്കാം. പെട്ടെന്ന് സെക്ഷൻ 2-ലേക്ക് നോക്കാം. 4 ഓപ്ഷന് നോക്കുക. F. Promises which form the consideration or part of the consideration for each other are called reciprocal promises. 2F ഉത്തരം അതല്ല എന്ന് തോന്നുന്നു. സെക്ഷൻ 2G. An agreement not enforceable by law is said to be void. ഇനി ബാക്കി ഓപ്ഷൻ നോക്കി സമയം കളയണമെന്നില്ല. ശരി ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിയും. അപ്പോൾ ഈ ഉത്തരവും ശരിയായി. ഇത്രയും ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തിയപ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം തോന്നുന്നില്ലേ, ഒരു ധൈര്യമൊക്കെ തോന്നുന്നില്ലേ? ഉറപ്പായും നിങ്ങൾക്ക് ഈ എയ്ബ് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. ധൈര്യമായി വേറെ ആക്ടുമായി പോയി ഈ തരത്തിൽ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ കണ്ടുപിടിച്ച് എഴുതുക. 45 മാർക്ക് മാത്രമാണ് നമുക്ക് ആവശ്യം പാസ്സാവാൻ. ഇനി അവസാന നിമിഷങ്ങൾ വരെ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സകല ഗുരുക്കന്മാരെയും മനസ്സിൽ വിചാരിക്കുക. ABCD എന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ഓവൽ ഫില്ല് ചെയ്തിരിക്കുക. ഒന്നും എഴുതാതെ വിട്ടുകളയരുത്. ഒരു പക്ഷേ ആ മാർക്ക് ശരിയാണെങ്കിലോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെങ്കിലോ തെറ്റിപ്പോയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. കാരണം മൈനസ് മാർക്ക് ഒന്നും തന്നെ ഇല്ല. ഒരു ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാതെ വിടരുത്. തെറ്റിപ്പോയി എന്ന് കരുതി നമുക്ക് ഒരു മാർക്കും നഷ്ടപ്പെടാനില്ല. ശരിയായാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ തന്നെ എല്ലാ സെറ്റ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വരും. അത് വെച്ചിട്ട് നമ്മുടെ OMR ഷീറ്റിൻ്റെ കോപ്പി നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഏകദേശം മാർക്ക് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും. പിന്നെ 2-3 മാസം റിസൾട്ട് വരെ. എല്ലാവർക്കും ഒരു വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.